ഭാരതം പോലുള്ള ഒരു മതേതര രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകളും വ്യത്യസ്ത മതവും അതിൻ്റെ ആചാരങ്ങളും ഒക്കെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇതേപോലെ തന്നെ മറ്റേതു മതവും സ്വീകരിച്ച ആർക്കും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. അവരുടെ വിശ്വാസങ്ങളെയോ അവരുടെ ആചാരങ്ങളെയോ അവരുടെ മൂർത്തികളെയോ കളങ്കപ്പെടുത്തുന്നതായ ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന അവരോട് സൗഹാർദ്ദ അന്തരീക്ഷം ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജൂത സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച ഹദീസുകളുണ്ട്. എന്നാൽ ഇതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വേഷവിധാനങ്ങളിൽ പോലും യഹൂദികളോട് നിങ്ങൾ എതിരാവണം. എന്തുകൊണ്ട് മീശ വെട്ടിച്ചെറുതാക്കാൻ പറഞ്ഞു? എന്തുകൊണ്ട് താടി നിങ്ങൾ വെക്കണമെന്ന് പറഞ്ഞു? ചില വസ്ത്രങ്ങളുടെ നിറം പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളത് ധരിക്കരുതേ എന്ന് പറഞ്ഞു. എന്നാൽ അതേ സമയത്ത് ഒരു ജൂതന്റെ മയ്യത്ത് കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് അതൊരു മനുഷ്യന്റെ മയ്യത്താണെന്ന് പറയുന്ന മാനവിക പാഠങ്ങൾ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ സൗഹാർദ്ദ അന്തരീക്ഷമുണ്ട്. അതിനർത്ഥം അവരുടേതായ വിശ്വാസങ്ങളിൽ നാം കടന്നു ചെല്ലണം എന്നല്ല. ഈ സൗഹാർദ്ദ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ തന്നെ അവരുടെ മതപരമായ വിഷയങ്ങളിൽ നിന്ന് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ടവരെ മാറി നിൽക്കാൻ കഴിയണം. മക്കയിലെ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് കുറൈശികളായ ആളുകൾ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, നീ ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കണം. നീ പറയുന്ന ദൈവമായ അള്ളാഹുവിനെയും ആരാധിക്കാം. അതിൽ നീ പറയുന്നതാണ് ശരിയെങ്കിൽ ഞങ്ങൾക്കും കുറച്ച് നന്മ കിട്ടും. ഞങ്ങൾ ചെയ്യുന്നതാണ് ശരിയെങ്കിൽ മുഹമ്മദ് നിനക്കും കുറച്ച് നന്മ കിട്ടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പ്രഖ്യാപിച്ചത്? ലക്കും ദീനുക്കും വലിയ ദീൻ. സൂറത്തുൽ കാഫിറൂന്റെ അവതരണ പശ്ചാത്തലവും സൂറത്തുൽ കാഫിറൂൻ അർത്ഥസഹിതം എന്നെടുത്ത് വായിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ കഴിയണം നമുക്ക്. ലക്കും ദീനുക്കും വലിയ ദീൻ. ദീനിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ദീനിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഇന്ന ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ, അത് ഇന്ന തീയതിയിലുള്ള ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിനല്ല. ഒരു വിശ്വാസിയുടെ കയ്യിൽ ഒരു അളവുകോലുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു അളവുകോലുണ്ട്. ഏത് ആഘോഷമാവട്ടെ, അത് ഏത് തീയതിയിൽ നടക്കുന്നതാവട്ടെ, അത് എന്ത് പേരിലാവട്ടെ, ഈ അളവുകോല് വെച്ചു നോക്കും. അതിൽ അവരുടേതായ ശിർക്കൻ വിശ്വാസങ്ങളുണ്ടോ, ഇതിന്റെ ഐതിഹ്യത്തിൽ ശിർക്കൻ വിശ്വാസമുണ്ടോ എങ്കിൽ ഒരു വിശ്വാസിക്ക് പാടില്ല എന്നാണ്. അത് ഏത് വിഷയത്തിലാണെങ്കിലും ശരി. ഈ അളവുകോല് കൊണ്ട് അളക്കുക. അല്ലാതെ ഇന്ന വിഷയത്തിൽ പറ്റുമോ, അല്ലെങ്കിൽ ഇന്ന ദിവസത്തെ ആഘോഷം പറ്റുമോ, അത് കേരളത്തിന്റെ ഇന്ന ആഘോഷമാണ് പറ്റുമോ എന്നതല്ല. ഈ അളവുകോല് വെച്ച് അളക്കാൻ കഴിയണം. ശിർക്കൻ വിശ്വാസമുണ്ടോ, അത് എന്തിന്റെ പേരിലായാലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്നാണ്. നമ്മുടെ ഒരു വിശ്വാസത്തെ മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കാൻ പോകണ്ട, മറ്റൊരാളുടെ വിശ്വാസത്തെ വികലമാക്കാനും നമ്മൾ പോകേണ്ടതില്ല എന്നുകൂടി ഈ വിഷയത്തിൽ നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക.